റേസസ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ? ഈ കാണുന്ന നിങ്ങൾ ഒരു പ്രവാസിയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വാക്കാലോ ഒരു പ്രവൃത്തിയാലോ ചിലപ്പോൾ ഒരു നോട്ടത്താലോ റേസസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇനി അല്ല എങ്കിൽ നിങ്ങളൊരു ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് കൂട്ടിയാൽ മതി. ഇനി റേസസ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതത്ര സുഖമുള്ള കാര്യമല്ല. നമ്മളത് അനുഭവിക്കും. ആ ഒരു സിറ്റുവേഷനിൽ പലർക്കും ഉണ്ടാകുന്ന ഫീലിംഗ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പലരും റിയാക്ട് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ചിലവർ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചിലവർ ഭയങ്കര ഇമോഷണലായിട്ട് കരയാൻ തുടങ്ങും, ചിലവർ ഭയങ്കര എംബാരസ്ഡ് ആയിരിക്കും, നാണം കെട്ട് നീ എന്താ ചെയ്യുന്നത്, ചിലപ്പോൾ അവിടെ നിന്നും ഉരുകിത്തീരുന്നാൽ മതി ഓർക്കും. ചിലവർക്ക് നോക്കും ആ ഫേസിനെ കാണിക്കുന്നതിന് ഇടിച്ച് അവനെന്ത് കൊന്നുകളയാൻ തോന്നും. നമുക്ക് പല രീതിയിലുള്ള റേസസും ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ റേസിനെ രണ്ടായിട്ട് മെയിനായിട്ട് തിരിക്കാം. ഒന്ന്, നമ്മൾ വേറൊരു രാജ്യത്തോട്ട് ചെല്ലുമ്പം ആ രാജ്യത്തിലെ ആൾക്കാർ നമ്മളോട് കാണിക്കുന്ന റേസ് ഉണ്ടല്ലോ, അതൊന്ന്. രണ്ടാമത്, നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തിരിക്കുമ്പം നമ്മുടെ സ്വന്തം ആൾക്കാർ നമ്മളോട് കാണിക്കുന്ന ഒരു വിവേചനം ഉണ്ടല്ലോ, അതാണ് വേറൊന്ന്. ഞാനിപ്പോൾ 2 വീഡിയോ കാണിക്കാം. ഒന്ന്, ഒരു ഇന്ത്യക്കാരൻ അയർലൻഡിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു റേസിസം. രണ്ടാമത്തത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ ഒരു ഇന്ത്യക്കാർക്കുണ്ടായ റേസിസം. ആദ്യത്തെ വീഡിയോ. I mean, like, you rape women and stuff, right? I don't want you raping my women here. I don't want you raping people in Ireland. So I think you should go back to India. ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്, നീ ഇന്ത്യക്കാരനല്ലേ, പിന്നെ എന്തിനാ ഈ രാജ്യത്ത് നിൽക്കുന്നത്? നീ നിൻ്റെ രാജ്യത്ത് പോ. ഈ രാജ്യത്ത് നിന്നെക്കൂട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം റേപ്പ് ചെയ്യുക, നിന്നെക്കൂട്ടുള്ള റേപ്പിസ്റ്റിനെ ഞങ്ങളുടെ രാജ്യത്ത് വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഈ രണ്ടാമത്തെ വീഡിയോ നടന്നു നോക്കിയേ. ഇത് നടന്നത് ഇന്നലെ ഇന്ത്യയിലെ ഡൽഹി നടന്ന സംഭവമാണ്. 2 അരുണാചൽ പ്രദേശിലെ പെണ്ണുങ്ങൾക്ക് ഡൽഹിയിലെ ഒരു ചെറുക്കനും പെണ്ണിൽ നിന്നും ഫേസ് ചെയ്യേണ്ട വന്ന റേസിസാണ്. ഈ അരുണാചൽ പ്രദേശിലെ ആൾക്കാരെ അറിയത്തില്ലേ, നമ്മുടെ ഷേപ്പല്ല അവർക്ക് ഇച്ചിരി ഡിഫറൻറ്റ് ഷേപ്പ്. അപ്പോൾ അവരുടെ ആ ഷേപ്പിനെയും അവരുടെ ആ ഒരു മുഖത്തിൻ്റെ ചായനെയും പറ്റിയാണ് ഇവർ കളിയായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ഇവിടെ വന്നിരിക്കുന്നത്, ഡൽഹി വന്നിരിക്കുന്നത്, നിങ്ങളുടെ സംസ്ഥാനത്ത് പോകും, നിങ്ങളൊക്കെ ഈ ബ്യൂട്ടി പാർലർ നടത്തുന്നതും മറ്റേ മസാജ് പാർലർ നടത്തുന്നതൊക്കെ അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഡംപ്ലിങ്സ് വയ്ക്കുക, മോമോസ് വയ്ക്കുക, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അതായത് അവർ ഇന്ത്യക്കാരല്ലാന്ന രീതിയിലാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ്. तुमने मेरे इमेज के बारे में क्या क्या बोला ना, वो सब देखेंगे. खड़ी है, तेरे यहाँ पे आदमी मसाज पार्लरों में काम करते हैं, हमारे यहाँ नहीं. तो शांति पे तो मसाज पार्लर ഒരു വെളിരാജ്യത്ത് വന്ന് റേസിസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമുക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോഴുണ്ടല്ലോ തരിച്ചങ്ങ് കയറും. സ്വന്തം രാജ്യത്ത് സ്വന്തം ജനങ്ങളോട് അവിടുത്തെ ജനങ്ങൾ തന്നെ കാണിക്കുന്ന തെണ്ടിത്തരം.